ഇതുപോലെ നന്നായി പൂവിട്ട് നിൽക്കുകയായിരുന്നു എൻ്റെ അഡീനിയം. കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ പ്രൂണിങ്ങും ചെയ്ത് റീപോട്ടും ചെയ്ത് വെച്ചതാണ് ഈ അഡീനിയം പ്ലാന്റ്. ഞാൻ കട്ട് ചെയ്ത ശിഖരത്തിന് താഴെ നിന്ന് ധാരാളം പൊടിപ്പുകൾ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നമുക്ക് കാണാം. ആ വീഡിയോ നിങ്ങൾ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് പൊടിപ്പൊക്കെ വന്നു തുടങ്ങി. 3 വലിയ പ്ലാന്റ് ഉണ്ട്. അതാണ് ഞാൻ റീപോട്ടിങ്ങും പ്രൂണിങ്ങും ചെയ്തിരിക്കുന്നത്. റീപോട്ടൊക്കെ ചെയ്തതിന് ശേഷം അന്ന് നന്നായി വെള്ളമൊഴിച്ചു. അതിനുശേഷം ഒരാഴ്ച ഞാൻ വെള്ളം നൽകിയില്ല. ചെടി ഇരിക്കുന്നതിന് മുകളിൽ ഹാങ്ങിങ് ചെയ്ത് ഇട്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നും അല്പം വെള്ളം വീഴുകയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ ചെടിയിൽ പൊടിപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ പ്രൂണിങ് ചെയ്തോ? പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാർച്ചോട് കൂടി നമ്മളുടെ അഡീനിയത്തിൽ നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. ചെറിയ തൈകളൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഫെർട്ടിലൈസറാണ് നിറയെ പൂക്കൾ ഉണ്ടാകുവാൻ ഞാൻ നൽകുന്നതെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കമ്പിൽ സീഡ്സ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഒരു കമ്പ് വിട്ടിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്തത്. എല്ലാ വീഡിയോയിലും ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഈ അഡീനിയത്തിന് വെയിൽ അത്യാവശ്യമാണ്. നന്നായി വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇതിന് വെള്ളം കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ചുവട് അഴുകും. ഇതിൽ ഒരു ചെറിയ പ്ലാന്റിൻ്റെ ചുവട് അഴുകിയിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാൻ എന്താണ് ചെയ്തതെന്ന്. ഇതിൻ്റെ ചുവടാണ് അഴുകാൻ തുടങ്ങിയത്. ചീഞ്ഞു പോകുന്ന പ്ലാന്റ് അതിൻ്റെ ചുവട് നല്ല സോഫ്റ്റായി മാറും. അതിൻ്റെ മണ്ണ് മാറ്റിയതിന് ശേഷം മറ്റൊരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം അതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തണലത്തേക്ക് മാറ്റി. നിങ്ങളുടെ ചെടിയും ഇതുപോലെ കേടുവരികയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു പോട്ടിലോട്ട് മാറ്റുക. ചീഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അവിടെ സാഫ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് രക്ഷിക്കാം. ഇതിൽ ചെറുതായി പൊടിപ്പ് വരുന്നുണ്ട്. ചെറിയ പൂക്കളുണ്ടാകാൻ ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചാണകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന അഡീനിയത്തിന് എല്ലാത്തിനും ഇട്ട് കൊടുക്കാൻ കണക്കാക്കിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടി ഇടുന്നു. ഇനി ഇതിനോടൊപ്പം ചാരവും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് കമ്പോസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ചുവട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഈ വളമിട്ട് കൊടുക്കാം. കഴിഞ്ഞ തവണ പ്രൂണിങ്ങും റീപോട്ടൊക്കെ ചെയ്തപ്പോൾ ഒരു പോട്ടിൽ മാത്രമേ ഞാൻ വളമിട്ട് കൊടുത്തായിരുന്നുള്ളൂ. പ്രൂണിങ്ങും റീപോട്ടിങ്ങും ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചെയ്യുന്നതാണ് നല്ലത്. ഇത് കാണുന്നവർ ആരെങ്കിലും വളം ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമയം വളം കൂടി ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വളമിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ പൊടിച്ചു വരുന്ന പൊടിപ്പൊക്കെ വേഗം തഴച്ച് വളരുകയും അതിനോടൊപ്പം നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ചുവട്ടിൽ കാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മാത്രം വളമിട്ട് കൊടുക്കുക. നിങ്ങളുടെ ചെടി നിങ്ങൾ പ്രൂണിങ്ങും റീപോട്ടിങ്ങും ഒക്കെ ചെയ്തു. നിങ്ങൾ അഡീനിയത്തിന് ഏത് തരത്തിലുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നും എത്ര കളർ അഡീനിയം ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. താങ്ക് യു.